അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് എല്ലാവരും ചായ കുടിച്ചിട്ടാണോ വന്നേ? എല്ലാവരും ചായ കുടിച്ചോ? ആ, നിങ്ങള് ഏത് കൈ കൊണ്ടാണ് ചായ കുടിച്ചേ? ഏതാ? വലത് കൈ കൊണ്ട് അല്ലേ? വലത് കൈ കൊണ്ട് അല്ലേ ചായ കുടിച്ചേ? അതെന്താ അങ്ങനെ? ഉമ്മച്ചി ചെറുപ്പത്തിൽ അമ്മോട് പറയില്ലേ, ഈ കൈ കൊണ്ടാണ് ചായ കുടിക്കേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത് എന്നല്ലേ? ആയിക്കോട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാറുണ്ട്? ആ ആ ഭക്ഷണം കഴിക്കുന്നതിന് കൈ കഴുകും അല്ലേ? കൈ കഴുകും, വായ് കഴുകും. വായ് കഴുകലുണ്ടോ? ചിലപ്പോഴൊക്കെ അല്ലേ? എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കും. ഇരുന്നിട്ടോ ആദ്യം എന്ത് ചൊല്ലു? ബിസ്മില്ലാ അല്ലേ? അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് നമ്മള് വലത്തെ കൈ കൊണ്ട് എവിടെ നിന്നാ പാത്രത്തിലേക്കാണ് കൈയിട്ട് മാന്തുവോ? ഒന്നായിട്ട് അങ്ങോട്ട് ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലേ, ഓലിങ്ങനെ വേഗം വന്നിട്ട് അല്ലേ, ചിക്കനൊക്കെ ആണെങ്കിൽ അതിന്റെ കാലം കൊടുക്കൂലേ? അല്ലാ, നിങ്ങൾക്ക് കേൾക്കണോ, പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലേ ഉമർ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഉമർ, അപ്പൊ ഈ ഉമർ ഈ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹു, ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കാട്ടോ. ഈ കുട്ടി ഓടി വന്നിട്ട് പാത്രത്തേക്ക് അങ്ങ് കൈയിട്ട് നബി തങ്ങൾ കൈ പിടിച്ച് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഭക്ഷണം കഴിക്കുമ്പോഴേ വലത്തെ കൈ കൊണ്ടാണ് കഴിക്കാൻ പാടുള്ളൂ, നമ്മുടെ അടുത്ത് നിന്നാണ് തിന്നേണ്ടത്, ബിസ്മി ചൊല്ലിയിട്ടാണ് തിന്നേണ്ടത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണോ. നമുക്ക് ഈ അള്ളാഹുവിലെ ഭക്ഷണം തരുന്നത്, അപ്പൊ നമ്മൾ അതിന് നന്ദി കാണിക്കണ്ടേ? അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണോ. അതാണ് ഇന്നത്തെ നമ്മുടെ പാഠം. അപ്പൊ ഈ പാഠം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാലേ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? കൈ കഴുകണോ, വലത് കൈ കൊണ്ട് തിന്നണോ, അടുത്തു നിന്ന് തിന്നണോ, തിന്നു കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലിയിട്ടാണ് കഴിക്കേണ്ടത്, തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം അല്ലേ? ഞാനില്ലേ ഒരു കുട്ടിയോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയണോ? അപ്പൊ ആ കുട്ടി പറയാ, ഇനിയും കൊണ്ടുവരീൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു ചൊല്ലണം? അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പാഠം നോക്കല്ലേ. അല്ലാ, അൽ അക്ലു വശുർബു. ഒരു ടേബിള് കണ്ടോ നിങ്ങള്? അല്ലോ, ചിക്കനൊക്കെ പൊരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാ അതിലുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ ഈ പാഠം ഒന്ന് വായിക്കുന്നത് അറബി മലയാളാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ഭാഗ്യവാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. നമ്മള് ഖലീഫ ഉമർ എന്നൊക്കെ പറഞ്ഞ ആ ഉമർ റളിയല്ലാഹു അൻഹു അല്ല ഇത് ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൈ നീട്ടി. അതു കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മോനെ ബിസ്മി ചൊല്ലണം. ദേഷ്യപ്പെട്ടോ? നബി നല്ല സ്വഭാവമാണ്, അവിടെ നബി ദേഷ്യപ്പെട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ ബിസ്മി ചൊല്ലണം, വലത് കൈ കൊണ്ട് കഴിക്കണം, കഴിക്കുന്നത് നിന്റെ മുമ്പിൽ നിന്നായിരിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു. നിങ്ങളെ മാതിരിയാ, നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന നല്ല കുട്ടികളല്ലേ, അതുപോലെ ഉമർ നബിയെ അനുസരിച്ചു, ഉത്തമനായി വളർന്നു. മദ്രസയിൽ ചീരിണി വിളമ്പിക്കഴിഞ്ഞു. ഉസ്താദിന്റെ നിർദ്ദേശം കിട്ടിയ കുട്ടികൾ കയ്യും വായും കഴുകി ശേഷം ഇരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. കഴിച്ചു കഴിഞ്ഞവർ അൽഹംദുലില്ലാ ചൊല്ലി എഴുന്നേറ്റ് കയ്യും വായും കഴുകി. അപ്പൊ നിങ്ങള് വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചൊല്ലോ? ബിസ്മില്ലാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ അല്ലേ? അപ്പം വെള്ളം കുടിക്കുമ്പോഴും തിന്നുമ്പോഴൊക്കെ ബിസ്മില്ലാ ചൊല്ലണം കേട്ടോ. തിന്നും നേരം ബിസ്മില്ലാ, കുടിക്കുന്നേരം ബിസ്മില്ലാ.
അങ്ങനെയാണ്. ആ തിന്നു കഴിഞ്ഞാൽ എന്തു പറയണം? അൽഹംദുലില്ലാ. എല്ലാവർക്കും മനസ്സിലായോ പാഠം? അപ്പൊ നിങ്ങളൊക്കെ ഇനി അതുപോലെ ചെയ്യൂലേ? ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിക്കുന്ന ഒരു പാഠമൊക്കെ പഠിച്ചില്ലേ? അപ്പൊ അതിൽ കുറച്ച് അറബി മലയാളം ഉണ്ട്. അപ്പൊ കുറച്ച് പുതിയ അക്ഷരങ്ങളൊന്ന് കേൾക്കട്ടോ. നമുക്ക് 2ാം ക്ലാസ്സിൽ നിന്നാണ് നന്നായിട്ട് പഠിക്കാനുള്ളത്. എന്നാലും നമ്മൾ ഇപ്പോഴേ അത് ശ്രദ്ധിക്കണം. ഈ കുറച്ച് അക്ഷരങ്ങൾ കണ്ടോ നിങ്ങള്? റ, ഹ. ഇതിനിപ്പോ എന്താ നമ്മൾ പറയാ? ഒറ്റയ്ക്കൊരു പേര് പറയാൻ പറ്റൂല അല്ലേ? എന്നാ നമുക്ക് ഒരു പുള്ളി അങ്ങ് കൊടുക്കല്ലേ? ആ പുള്ളി കൊടുത്തു. എന്ത് പറയും? ബ, ബ, ഹ, റ. ബ, ഹ, റ. ഇനി ബ എന്നതിന് നമ്മൾ വക ഒരു 2 പുള്ളി കൂടി കൊടുത്താലോ? നോക്കണേ. രണ്ട് പുള്ളി കൂടി കൊടുത്തു. ഇപ്പൊ എന്താ പറയാ അറിയോ? പ, പ, പപ്പടം, പച്ച, പൂച്ച എന്നൊക്കെ പറയണേ പ എന്നായി. കണ്ടോ നിങ്ങള്? അതുപോലെ ഇതെന്താണ് അക്ഷരം? ഹ എന്നാണ് അല്ലേ? ഹ. എന്നാല് അതിന് നമുക്കതിന് ഒരു പുള്ളി കൊടുക്കാം അല്ലേ? ഇവിടെ ഒരു പുള്ളി കൊടുത്തു. ഇപ്പൊ എന്താ പറയാ? ജ. എന്താ പറയാ? ജ, ജ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലേ? ജ. എന്നാൽ 2 പുള്ളി കൂടി കൊടുത്താലോ? ഇപ്പൊ എന്താ പറയാ? ച. എന്താ പറയാ? ച, ച, ച. പൂച്ച. ഉണ്ടോ? ഇവിടെ പാന്നുണ്ട്, ഇവിടെ ചാന്നുണ്ട്. പൂന്ന് കിട്ടാൻ വാവിടെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ച. ഇനി നമ്മുടെ വകന് വീണ്ടും ഒരു പുള്ളി കൂടി കൊടുത്താലോ മുകളില്? ഓ എത്ര പുള്ളിയായി? 4 പുള്ളിയായി. 4 പുള്ളി. അപ്പൊ എന്താ പറയാ? ഞ, ഞ. എന്താ പറയാ? ഞ, 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 ഞ. ഞായർ പറഞ്ഞു. ഉണ്ടോ? ഞ, ഞ. ഇതെന്താ അക്ഷരം? റ അല്ലേ? റ, റ. അതിന് നമ്മള് ഒരു പുള്ളി കൊടുത്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു പുള്ളി കൊടുത്താൽ? സ, സ, സ അല്ലേ? സ. പത്ത് കിട്ടാൽ സ. അതിന് നമ്മള് 2 പുള്ളി കൂടി കൊടുത്താലോ? എന്താ പറയാ? ഴ, ഴ. പഴം, പഴം. ഴ, ഴ. പ, ഞ, ഴ, ഴ. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളേ. നോക്കാം. പ ഉണ്ടോ? 3 പുള്ളിയുള്ളേ. പ, പ. പത്ത്, പത്ത്. പൂച്ച, പൂച്ച. ചെടി, ചെ. എങ്ങനെട്ട്? ചെ, ചെ. ശരി ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങോട്ടിട്ട് അല്ലേ? ചെടി. പുഴ, പുഴ. ഉണ്ടോ? ഴ, ഴ. പുഴ. അടുത്ത് ജീവിച്ചു, ജീവിച്ചു. ഇതിന് നമ്മൾ 3 പുള്ളി മാത്രം ചാന്ന് പറഞ്ഞില്ലേ? ജീവിച്ചു. അടുത്ത് തോട്. ഉണ്ടോ? ഇങ്ങോട്ട് തോട്. പറഞ്ഞു, പറഞ്ഞു. അഴിച്ചു, അഴിച്ചു. ആട്, ആട്. ഏഴ്, ഏഴ്. പപ്പടം, പപ്പടം. പേര്, പേര്. പാട്ട്, പഞ്ഞി, ചീര, ഓടി. ഇത് നമ്മൾ കുറെ വട്ടം ഇങ്ങനെ നമ്മുടെ ഉമ്മച്ചിയുടെ സഹായത്തോടു കൂടി ഇങ്ങനെ വായിച്ചിട്ട് അക്ഷരങ്ങൾ പഠിക്കണം കേട്ടോ. നംല ഉൽ ഫറാബക്ക് പൂരിപ്പിക്കാം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഡാഷ് ചൊല്ലണം. എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം.
ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട അദബുകൾ എന്തെല്ലാം? കൈ കഴുകണോ, വലത് കൈ കൊണ്ട് കഴിക്കണോ, അടുത്ത് നിന്ന് കഴിക്കണോ, അല്ലേ? ബിസ്മി ചൊല്ലണോ, അവസാനം അൽഹംദുലില്ലാ പറയണോ, കൈയൊക്കെ വീണ്ടും കഴുകണം. അപ്പോൾ കുറച്ച് അറബി മലയാളം അക്ഷരങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാവരും പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.